ഹലോ ഗൈസ്, ഞാനുള്ളത് നരസിമുക്കിലാണ്. അട്ടപ്പാടിയിലെ നരസിമുക്കിൽ കുറേ കൂത്താശി ചെടിയും കുറേ കുന്നും മലയൊക്കെ ഉണ്ട്. ചുറ്റുള്ളതൊക്കെ കാണാൻ എനിക്കിൻ്റെ ബാക്കിൽ കണ്ടിട്ട് ഒരു കുന്നിൻ്റെ മേലെയാണ് വ്യൂ പോയിന്റ് ഉള്ളത്. നട്ടുച്ച സമയമാണ് കേട്ടോ. നല്ല പൊരി വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് അട്ടപ്പാടിയുടെ ആ സുഗന്ധമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ പരിമളമായ ശോഭ നമ്മളെ അലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളെ ത്രസിപ്പിക്കണ രീതിയിലുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങും പച്ചപ്പും പലതര കളറിലുള്ള ചെടികളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ നഗരങ്ങളും തൊട്ടടുത്തുള്ള ടൗണും ഒക്കെ നമുക്ക് വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റിയ ഒരു കുന്നാണ്. അപ്പോൾ ഇത് നമ്മൾ പകുതി പിന്നിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചെടികളുണ്ട്. മൈക്കപ്പൂ ചെടി, കൂത്താടിച്ചി ചെടി എന്നൊക്കെ പറയില്ല നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിരുന്ന ആ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂസൊക്കെ ആണെങ്കിൽ 4 സൈഡിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. നമ്മൾ വന്ന വഴിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് കയറി വന്നിട്ടുള്ളതാണ്. ബൈക്കായിട്ട് വരാൻ പറ്റും, പക്ഷേ ഞാൻ ബൈക്ക് അവിടെ നിർത്തിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നമ്മളെ ബൈക്ക് വാങ്ങിയിട്ടുള്ള, അതായത് ഹിമാലയൻ 450 വാങ്ങിയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. അത് സോളോ ട്രിപ്പാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1.5 വ്യൂസാണ്. അതാണ് ഈ നരസിംഹനെ വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന വഴിയിൽ കിട്ടിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴിധാരങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം. അതിന് ചുറ്റും കൃഷികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോഴാണ് ഈ സൈഡിലുള്ള നഴ്സറി എൻ്റെ കണ്ണിൽ പെട്ടത്. ഒറ്റപ്പെട്ടിട്ട് നിൽക്കുന്ന നഴ്സറി കാണാൻ എന്തോ ഒരു മനോഹാരിത. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ മലഞ്ചെരുവിനടിയിലായിട്ട് കുറേ കർഷകർ നിന്നിട്ട് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൃഷി. കുട്ടികളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു വ്യൂസാണ് കാണാൻ വേണ്ടിയിട്ട്. പട്ടി ഇത് തണ്ണിയുള്ള ഇടം എടുക്കാം, തണ്ണിയുള്ള ഇടം എടുക്കാം. വണ്ടി നിർത്തി ഇറങ്ങി പോകണം. പാട്ടിക്ക് അത്ര ഇൽമ പോരാൻ തോന്നുന്നുണ്ട് ഇവിടുത്തെ സ്ഥലത്തെ കുറിച്ചിട്ട്. ഞാൻ ചോദിച്ചപ്പോൾ പാട്ടി പറഞ്ഞത് ഇറങ്ങിപ്പോയിട്ട് കാണേണ്ടിയിരുന്നു. ഞാൻ നേരെ വണ്ടി ഒന്നുകൂടെ ഫോർവേഡ് പോയപ്പോൾ, കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ കണ്ട ഒരു സ്ഥലം, അടിപൊളി സ്ഥലമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അതിന് തൊട്ടടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡ്, അവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു സീനാണ്. ഈ അമ്മാവൻ കിടന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത് 2-3 പെണ്ണുങ്ങളുണ്ട്. നിറച്ച് കച്ചറ വേസ്റ്റ് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്കും അതൊക്കെ ഇട്ട്. അതൊന്നും അമ്മാവ് ഇട്ടതായിരിക്കില്ല, കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇട്ടതായിരിക്കും. പിന്നെ ഓരോരോ സീനുകളായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കി. പാട്ടി ഇങ്ങനെ കയറൂരിയിട്ട് അത് കൊമ്പുമ്പിൽ കെട്ടിക്കൊടുത്തിട്ട് പശുവിനെ തിരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ ഓരോ പശുക്കളെ നോക്കുമ്പോൾ അതിൻ്റെ കൊമ്പുമലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിനും കൂട്ടായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാൻ തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ഭവാനിപ്പുഴയുടെ തീരത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഭവാനിപ്പുഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അട്ടപ്പാടിയിലെന്നല്ല, അട്ടപ്പാടിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പുഴയാണ് ഭവാനിപ്പുഴ എന്ന് പറയുന്നത്. ഭാരതപ്പുഴത്തിനോടൊക്കെ ചേർന്നിരിക്കുന്ന ഒരുപാട് പുഴകളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽക്കൊന്നും ഞാൻ കടക്കണില്ല. പക്ഷേ ഇപ്പോൾ ആകെ മെലിഞ്ഞുണങ്ങിയിരിക്കണം. മറ്റേ ആ സിനിമയിൽ പറയണ പോലെ മെലിഞ്ഞുണങ്ങിയ ഒരു പുഴയായി മാറിയിരിക്കണം. മണ്ണിവിടൊക്കെ വെള്ളം ഉണ്ടായിരുന്നതാണ് അത്ര. അപ്പോൾ നോക്കുമ്പോൾ തമിഴന്മാരൊക്കെ ഗംഭീര കളിയാണ് കേട്ടോ. പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ മുഴുങ്ങിയിട്ട്. അതിന് പറ്റിയൊരു പാർക്കാണോ എന്ന് വെച്ചാൽ പാർക്കൊന്നുമല്ല, പക്ഷേ അതിനോട് ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം. കുട്ടികൾ കുളിക്കണ ഒരു സൈഡിൽ. കുട്ടികളെ കുളി കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയും. നമ്മളെ ചെറുപ്പമൊക്കെ ശരിക്കും നമ്മളെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓടി വരും. പ്രത്യേകിച്ച് ഞാൻ ഒറ്റക്കാണ്, അപ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ ഫീലിംഗ് അറിയുന്നുണ്ട്. ഞാൻ വ്യത്യസ്തമായ ഒരുപാട് വ്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ടീമിനെ കാണുന്നത്. ഞാൻ നരസിംഹത്തിൽ നിന്ന് വരെ നേരത്തെ കണ്ടിരുന്നു. 10ാം ക്ലാസ്സിൽ 82 കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ച ടീമാണ് അത്ര. എന്നെ കണ്ടതും അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ച്. അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസിൽ മുഴുകിയിരിക്കണം പലതരത്തിലുള്ള ആളുകളെ നമ്മളിങ്ങനെ കണ്ടിട്ട് ആ ഭവാനിപ്പുഴയുടെ തീരത്ത് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ നിന്ന്, അതെല്ലാം ഇങ്ങനെ ഒറ്റക്ക് നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ. ഞാൻ വരുമ്പോൾ ഒരു അമ്മാവൊന്നും ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അമ്മാവൻ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയതിന് ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കുകയാണ്. ഇപ്പുറത്ത് ടെണ്ട് വെച്ചിട്ട് വേറൊരു ടീമുണ്ട്. എന്തായാലും നല്ലൊരു വൈബുള്ള സ്ഥലം, നല്ലൊരു വൈബോരാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. യാത്ര തുടരുകയാണ്.